പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൗൺസിലർ ആർ സുഗതനെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആർ സുഗതൻ കടന്നു വരുന്നത്. വലിയ സന്തോഷവാനാണ്. പുനഃപ്രതിജ്ഞ ചെയ്യാൻ കഴിയുന്നതിന്റെ സന്തോഷമായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ മാധ്യമങ്ങളുണ്ട് എന്ന തിരിച്ചറിവിൽ എടുക്കുന്ന സന്തോഷത്തിന്റെ പ്രതിരോധമായിരിക്കാം. എന്തായാലും ഉത്സാഹവാനാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ പേര് രേഖപ്പെടുത്തുന്നതിന്റെ സന്തോഷമായിരിക്കാം. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ ആദ്യത്തെ കൗൺസിലർ എന്ന പേര് ഇനി എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സ്വന്തവുമാണ്. തിരുവനന്തപുരം നഗരസഭയുടെ നിലനിൽപ്പിനെ തന്നെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നീണ്ടുപോയത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ അവിടേക്ക് എത്താനുള്ള അനുമതി നൽകണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് സർക്കാർ നിലപാടെടുത്തതിനെ തുടർന്നാണ് വിയൂർ സെൻട്രൽ ജയിലിൽ കാപ്പ കേസിൽ തടവിലായതിനാൽ നാട്ടിലേക്ക് എത്താൻ കഴിയാത്തതിനാലാണ് വിയൂർ സെൻട്രൽ ജയിലിൽ പുനഃപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. അർജുൻ മട്ടന്നൂർ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അങ്ങനെ ഒരു ചരിത്രം സംഭവിക്കാൻ പോവുകയാണ്. വിയൂർ സെൻട്രൽ ജയിലിൽ ഒരു സത്യപ്രതിജ്ഞ. മാധു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൗൺസിലർ സത്യപ്രതിജ്ഞ വേണ്ടി വിളിക്കും. അതാണ് നടക്കുന്നത്. ജയിൽ സൂപ്രണ്ട് ഡൈസലുണ്ടാവും. അത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ക്ഷണിക്കും. അതിനുശേഷം സത്യപ്രതിജ്ഞ നടക്കുന്നതാണ്. മാധു, അതാണ് ഇപ്പോൾ വേദിയിൽ ഇരിക്കാൻ പോകുന്നത്. മേയർ, അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ സുഗതൻ, ഈ 3 പേർക്കുള്ള ഇരിപ്പിടമാണ് ഇപ്പോൾ വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു മുൻമാതൃക പോലും ഇല്ലാത്തൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് ഒരു സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. സൂപ്രണ്ടിനോടാണ് ഇതിന് ആവശ്യമായ സൗകര്യങ്ങളും മറ്റും ഒരുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ വിയൂർ സെൻട്രൽ ജയിലിലെ ലൈബ്രറി ഹാളിലാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ സുഗതൻ, കാപ്പ കേസിൽ പ്രതിയായ സുഗതൻ ഇതാ ഇപ്പോൾ ഈ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സാധാരണ തടവുകാരൻ്റെ വേഷത്തിലല്ല, മറ്റ് സാധാരണ സിവിൽ വേഷത്തിൽ തന്നെ അദ്ദേഹം ഒരു മുണ്ടും ഷർട്ടും ഇട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹം വേദിയിലേക്ക് കയറും. ഇപ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ പ്രധാനമായും മേയർ, സെക്രട്ടറി എന്നിവർ ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. സുഗതൻ ഇപ്പോൾ ഇതാ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സത്യവാചകം അടങ്ങുന്ന ഒരു പേപ്പറുമായി ഇപ്പോൾ ഈ സ്റ്റേജിന് താഴെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം മുകളിലേക്ക് കയറും. അതിനുശേഷം ഉടൻ തന്നെ ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. മേയർ വി രാജേഷ് ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഇതാ ഇപ്പോൾ ആർ സുഗതൻ, ഈ കപ്പ കേസിൽ പ്രതിയായ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറായ ആർ സുഗതൻ കോടതി ഉത്തരവിനെ തുടർന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. 20 പേരോടാണ് ഇത്തരത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടത്. ഇതിലേറ്റവും പ്രധാനം ദൈവങ്ങളുടെ നാമത്തിൽ, അതോടൊപ്പം തന്നെ രക്തസാക്ഷികളുടെ പേരിലൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തത് അസാധുവാണ് എന്ന് പറഞ്ഞ് തുടർന്നാണ് ചടങ്ങിലേക്ക് കടക്കാം. 13/7/2026 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ വാർഡ് 20 വാഴോട്ടുകോണം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് വിയൂർ സെൻട്രൽ ജയിൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്നത്. ഇതിലേക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് അവരുടെയും വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെയും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ സുഗതനെയും സ്വാഗതം ചെയ്യുന്നു. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട മേയറെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഏറ്റുപറയുന്നതിന് വേണ്ടി കൗൺസിലർ ശ്രീ ആർ സുഗതനെയും ക്ഷണിക്കുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇതാ ഇപ്പോൾ മാധു ഇപ്പോൾ സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹം ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് ഇപ്പോൾ അദ്ദേഹം സത്യവാചകമായി അദ്ദേഹം ചൊല്ലിയത്. അതിനുശേഷം ഇപ്പോൾ ഇതാ ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അതിൽ ഒപ്പുവെക്കുകയാണ്, ഈ രേഖകളിൽ ഒപ്പുവെക്കുകയാണ്. ചടങ്ങ് ഏതാണ്ട്
മിനിറ്റുകൾ കൊണ്ട് തന്നെ അവസാനിച്ചിരിക്കുന്നു. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ചടങ്ങുകൾ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. വളരെ ഷോർട്ടായ സമയം കൊണ്ട് ഈ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മേയറും നഗരസഭാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയും അതിനുശേഷം ഏതാണ്ട് 11 മണിക്ക് ശേഷം ഈ ചടങ്ങുകൾ ആരംഭിക്കുകയും കപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന സുഗതനെ സെല്ലിൽ നിന്ന് ഈ ലൈബ്രറി ഹാളിലേക്ക് പോലീസ് ജയിൽ അധികൃതർ കൊണ്ടുവരികയും അതിനുശേഷം ഈ ചടങ്ങുകൾ നടക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം ആർ സുഗതനെ ഇപ്പോൾ സെല്ലിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം സത്യവാചകം ചൊല്ലിയതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കോടതി ഉത്തരവ് പ്രകാരം 20 പേരോട് വീണ്ടും സത്യവാചകം ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. 19 പേരുടെ സത്യവാചകം നേരത്തെ ചൊല്ലിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ആർ സുഗതൻ ജയിലിലായതുകൊണ്ട് തന്നെ ആർ സുഗതന്റെ സത്യവാചകം ചൊല്ലുന്ന ആർ സുഗതൻ സത്യവാചകം ചൊല്ലുന്നത് വൈകുകയായിരുന്നു. 4 ആഴ്ചക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കണമെന്നതായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്. അതുപ്രകാരമാണ് ഇത്തരത്തിൽ ആദ്യം കാപ്പ ബോർഡിനെയും ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ കാപ്പ ബോർഡിനും പിന്നീട് സർക്കാരിനെയും സമീപിച്ചു. പക്ഷേ സർക്കാർ ഈ ഒരു ഇളവ് നൽകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കുകയും അത്തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ എന്ന ഒരു അപൂർവ നടപടിയിലേക്ക് ഹൈക്കോടതി അനുമതി നൽകിയത്.